പ്രാണനായി. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. എന്നതാ കൊച്ചേ ഇത്ര ആലോചിക്കാൻ? ഹോസ്പിറ്റലിൽ നിന്നും വന്നതും രവി പിടിച്ച പിടിയാലും മിത്രയെ പഠിക്കാനിരുത്തി. കുഞ്ഞുണ്ടും ഭക്ഷണവും മരുന്നും കൊടുത്ത് രവി മിത്രയുടെ അടുത്തേക്ക് വരുമ്പോൾ കാണുന്നത് ബുക്കും തുറന്നു വെച്ച് എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്ന മിത്രയാണ്. താൻ ചോദിച്ചത് അവൾ കേട്ടില്ലെന്ന് കണ്ടതും ഡേവിഡ് അവളുടെ ഇടുപ്പിൽ ഒരു പിച്ച് വെച്ച് കൊടുത്തു. എന്നതാ ചായത്? ഇടുപ്പിൽ വേദന എടുത്തതും മിത്ര ഞെട്ടി നേരിയിരുന്ന് തൻ്റെ അരികിലിരിക്കുന്ന രവിയെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. ബുക്ക് തുറന്നു വെച്ച് ആരെ സ്വപ്നം കാണുവാ നീ? ഡേവിഡ് അവളെ നോക്കി ശബ്ദം ഘടിപ്പിച്ചുകൊണ്ട് ചോദിച്ചു. ആരെ കണ്ടാലും നിങ്ങൾക്ക് എന്താ? മിത്ര പിച്ച് കിട്ടിയ ഭാഗത്ത് ഒഴിഞ്ഞ് രവിയെ നോക്കി കെറിവിച്ചുകൊണ്ട് ചോദിച്ചു. നീ ആരെ വേണേലും സ്വപ്നം കണ്ടോ, പക്ഷേ അതൊക്കെ പഠിത്തം കഴിഞ്ഞിട്ട് മതി. മര്യാദയ്ക്ക് പഠിക്കടി. ആദ്യം മയത്തിലാണ് പറഞ്ഞതെങ്കിലും അവസാനമായപ്പോഴേക്കും രവിയുടെ ശബ്ദം ഉയർന്നിരുന്നു. ഇങ്ങനൊരു മനുഷ്യൻ വെറുതെയല്ല ഇങ്ങനെ ദുർവാസമെന്ന് പിള്ളേർ വിളിക്കുന്നത്. ഡേവി പറഞ്ഞത് ഇഷ്ടപ്പെടാതെ മിത്ര ചുണ്ട് കൂർപ്പിച്ച് ദേഷ്യത്തിൽ പെറുപെറുത്ത് കൈ ശക്തമായി ടേബിളിൽ കയറ്റി വെച്ചതും മുറിയുള്ള ഭാഗം ടേബിളിൽ തട്ടിയതും മിത്ര വേദന കാരണം മുറക്ക് വെച്ച് പോയി. ഏനതാ നിനക്ക് പറ്റിയത് ദേവ? മിത്ര കൈ പിടിച്ചത് കൂടെ കണ്ടതും ദേവി ആദിയോടെ മിത്രയുടെ മുറിഞ്ഞിരിക്കുന്ന ഇടത് കൈയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല ചായ, കൈ ടേബിളിൽ വെച്ചതാ, അതാണ്. പെട്ടതും ബോധം വന്നതുപോലെ മിത്ര വേദന കടിച്ചമർത്തി മുഖത്ത് ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു. കള്ളം പറയാത്ത കാര്യം പറ. മിത്ര ഫുൾ കൈ ഡ്രസ് ഇട്ടത് കൊണ്ട് ഒന്നും കാണാൻ പറ്റാത്തത് കൊണ്ട് ഡേവി അവളോട് പറഞ്ഞു. ഒന്നുമില്ല ചായ, ഇടിച്ച വേദനയൊക്കെ മാറി. മിത്ര ഡേവിയെ നോക്കി ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് ഡേവിഡ് മിത്രയുടെ കൈ തട്ടിയ ഭാഗത്ത് തൊട്ടതും അവിടെ തന്നെയായി മുറിവുള്ളത് കൊണ്ട് വേദന കാരണം മിത്ര ഒന്ന് എരിവ് വലിച്ചു പോയി. ദേവ, ഈ ഡ്രസ്സ് ഊരി. ഡ്രസ്സിന്റെ കൈ മുകളിലേക്ക് ആക്കി വെക്കാൻ പറ്റാത്തത് കൊണ്ട് ഡേവി അവളോട് പറഞ്ഞു. അയ്യേ, എന്താന്ന് ചായ പറയുന്നത്? ഡേവി പറഞ്ഞത് കേട്ട് മിത്ര അവനെ നോക്കി ചോദിച്ചു. ഞാൻ കാണാത്ത ഒന്നും അതിൻ്റെ ഉള്ളിലില്ലല്ലോ. മിത്ര പറഞ്ഞത് ഇഷ്ടപ്പെടാതെ ഡേവി ചുണ്ട് കോട്ടിക്കൊണ്ട് പറഞ്ഞു. ഒന്ന് പോയേ, ഇവിടെ കുഞ്ഞുണ്ടൊക്കെ ഉണ്ട്, മോശമാണ്. അവൻ മരുന്ന് കഴിച്ച് ക്ഷീണത്തിൽ ഉറങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് കഴിയും എണീക്കാൻ. അതുകൊണ്ട് ആ ടോപ്പ് മാറ്റി ദേവാ. അത് വേണ്ട ചായ. ഡേവി പറഞ്ഞത് കേട്ട് അവൻ മുറിവ് കണ്ടാലെന്ന് പേടിച്ച് പരങ്ങിക്കൊണ്ട് മിത്ര പറഞ്ഞു. നീ ഊരുന്നോ അതോ ഞാൻ? വേണ്ട, ഞാൻ തന്നെ മാറ്റിക്കോളാം. മിത്ര മനസ്സിൽ ഈശ്വരനെ വിളിച്ച് ടോപ്പ് ഊരി മാറ്റിയതും ഡേവി അവളെ കൈ പിടിച്ച് നോക്കി. ഈ മുറിവ് എങ്ങനെയാ പറ്റി ദേവ? മിത്രയുടെ മുട്ടും കയ്യിലെ മുറിവ് നോക്കിക്കൊണ്ട് ഡേവിഡ് ചോദിച്ചു. അത് പിന്നെ മരുന്ന് വാങ്ങാൻ പോയപ്പോൾ തട്ടി വീണി, അങ്ങനെ പറ്റിയതാ. മിത്ര ഡേവിയെ നോക്കാതെ വായിൽ വന്ന കള്ളം പറഞ്ഞു. സൂക്ഷിക്കേണ്ട ദേവ, വേറെന്തെങ്കിലും പറ്റിയോ? ഡേവി ആദ്യോടെ അവളുടെ മറ്റേ കയ്യിൽ കൂടി പിടിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇല്ല, ഇത് മാത്രമേ പറ്റിയുള്ളൂ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഞാൻ പോയി മേടിച്ചുകൊണ്ട് വരാന്ന്. അപ്പൊ നിനക്ക് വാശി. ഇപ്പൊ കണ്ടില്ലേ കൈ മുറിഞ്ഞത്? എന്നിട്ടോ മുറിഞ്ഞത് പറഞ്ഞതുമില്ല. കൂടുതൽ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? ഡേവി മിത്രയെ നോക്കി ശബ്ദം കടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. വഴക്ക് പറയില്ല ചായ, മനഃപൂർവ്വം അല്ലല്ലോ. ഡേവി പറഞ്ഞത് കേട്ട് മിത്ര അവനെ നോക്കി സങ്കടത്തിൽ പറഞ്ഞു. വഴക്ക് പറയല്ലേ വേണ്ടത്, നല്ല ചുള്ളിലെടുത്ത് നല്ല 4 തല്ല് തരിക വേണ്ടത്. ഡേവി പറഞ്ഞത് കേട്ട് മിത്ര അവനെ ചുണ്ടുപിളതെ നോക്കി. ഇവിടെ ഇരിക്ക്. അത് പറഞ്ഞ് മിത്രയുടെ ടോപ്പ് എടുത്ത് അവളുടെ തോളിലൂടെ ഇട്ട് നെഞ്ചു മറച്ചു കൊടുത്ത് ഡേവി പുറത്തേക്ക് നടന്നു. എവിടെ പോവാ? ഡേവി പോകുന്നത് കണ്ട് മിത്ര ചോദിച്ചുവെങ്കിലും ഡേവി ഒന്നും മിണ്ടാത്ത റൂമിന് പുറത്തേക്ക് പോയി. തിരിച്ചു വരുമ്പോൾ ഡേവിയുടെ കയ്യിൽ മുറിവിന് പുരട്ടാവുന്നൊരു ഓയിൽമെന്റും കൂടെ ഒരു ഹാഫ് സ്ലീവ് ബനിയനും ഉണ്ടായിരുന്നു. ഇതിട്ടോ. അവളുടെ ശരീരത്തിലൂടെ ഇട്ടിരുന്ന ടോപ്പ് എടുത്ത് മാറ്റി ഡേവി തന്റെ കയ്യിലുള്ള ബനിയൻ മിത്രയ്ക്ക് നേരെ നീട്ടിക്കൊണ്ടു പറഞ്ഞതും മിത്ര വേഗം അത് വാങ്ങിയിട്ടു. കൈ നീട്ട്. ഡേവി മിത്രയ്ക്ക് അരികിലിരുന്നു കൊണ്ട് പറഞ്ഞതും അവൻ പറയേണ്ട താമസം മിത്ര വേഗം തന്റെ കൈ അവന് നേരെ നീട്ടി. വേദനയുണ്ടോ? ഡേവി മുറിവിൽ മരുന്ന് പൊരുത്തുന്നതിനിടയിൽ തന്നെ നോക്കിയിരിക്കുന്ന മിത്രയെ നോക്കിക്കൊണ്ട് ചോദിച്ചതും അവനെ തന്നെ നോക്കിയിരുന്ന മിത്ര ഏതോ ലോകത്തുന്ന പോലെ ഇല്ലെന്ന രീതിയിൽ മൂളിയതും അവളുടെ മൂളലിന്റെ ഇണം കേട്ട് ഡേവി സംശയത്തിൽ മുഖമുയർത്തി അവളെ നോക്കിയതും തന്നെ വെഴിവെട്ടാതെ നോക്കിയിരിക്കുന്നവളെ കണ്ട് വേഗം പിടിച്ചിലൂടെ നോട്ടം മാറ്റി. ഐ ലവ് യു ചായ, ഐ ലവ് യു സോ മച്ച്. ഡേവി നോട്ടം മാറ്റിയത് കണ്ട് മിത്ര ചിരിയോട് അതും പറഞ്ഞിരുന്നായിരുന്നു ഒന്ന് ഉയർന്ന് പ്രണയത്തോടെ ഡേവിയുടെ ഇരുകവളിലുമായി മാറി മാറി ചുണ്ടുകൾ പതിപ്പിച്ച് ഡേവിയുടെ നെഞ്ചോട് ചേർന്നിരുന്നു. അതേ മേഡം, മതി, ഇനി എണീറ്റിരുന്ന് പഠിക്കാൻ നോക്ക്. ഇത്തിരി നേരം കഴിഞ്ഞ ഡെബി തന്നെ നെഞ്ചോട് ചേർന്നിരിക്കുന്ന മിത്രയെ തട്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞു. ഓ
എൻ്റെ ഇച്ഛായ, നിങ്ങൾ ഇതുപോലെ ഒരു അൺറൊമാൻറ്റിക് മൂരാച്ചി ആയിപ്പോയല്ലോ. ഡേവി പറഞ്ഞത് ഇഷ്ടപ്പെടാതെ ഒന്നുകൂടെ അവനെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു കൊണ്ട് മിത്ര പറഞ്ഞു. എൻ്റെ ദേവ, നീ തന്നെ പറയണം ഞാൻ അൺറൊമാൻറ്റിക് മൂരാച്ചിയാണെന്ന്. ഡേവിഡ് മിത്രയിട്ടിരിക്കുന്ന ബനിയൻ്റെ ഇടയിലൂടെ കൈ കടത്തി അവളുടെ വയറിൽ തലോടി നാഭിച്ചുയിൽ വിരലിട്ട് കറക്കിക്കൊണ്ട് പറഞ്ഞു. പറയും ഞാൻ. എക്സാമിന് ഡേറ്റ് വന്നപ്പോൾ ബാധ കയറിയതുപോലെയാ ഈ ചായന്. എപ്പോഴും പഠിക്കുന്നു മാത്രമേ ഉള്ളൂ. എക്സാമിന് ഇനിയും 2 മാസമുണ്ട്. ഇതാണ് പഠിപ്പിക്കുന്ന മാഷന്മാരെ കല്യാണം കഴിക്കരുതെന്ന് പറയുന്നത്. എൻ്റെ കൊച്ചേ, നീ പഠിച്ച് നല്ല മാർക്ക് വാങ്ങി കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ ഞാനീ പറയുന്നത്. ഈ 2 മാസമൊക്കെ ഇതാ പറയുമ്പോൾ പോകും. ഇപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ചാലേ എക്സാം കഴിഞ്ഞാൽ വെക്കേഷൻ ടൈമിൽ റെസ്റ്റ് എടുക്കാമല്ലോ. അതുകൊണ്ട് എൻ്റെ കൊച്ചു നല്ല കുട്ടിയായിരുന്നു, പഠിക്കാൻ നോക്ക്. ഡെവി മിത്രയെ നേരെ പിടിച്ചിരുത്തിക്കൊണ്ട് പറഞ്ഞതും മിത്ര അവനൊന്ന് ചുണ്ടുകൂർപ്പിച്ച് നോക്കി ബുക്കിലേക്ക് ശ്രദ്ധ കൊടുത്തിരുന്നു. കുറച്ചു നേരം ഇരുന്ന് പഠിച്ച മിത്ര ഡെവിയെ സോപ്പിട്ട് പടുത്തു നിർത്തി പുറത്തേക്ക് ഇറങ്ങി വേഗം കുഞ്ഞുണ്ണിൻ്റെ റൂമിലേക്ക് പോയി. ബെഡിൽ മൂടി പൊതിച്ച് കിടക്കുന്ന കുഞ്ഞുണ്ടെ കണ്ടതും മിത്ര അവൻ അരികിൽ വന്നിരുന്ന് നെറ്റിയിലും കഴുത്തിലും തൊട്ട് ചൂട് നോക്കി. മരുന്ന് കുടിച്ചതുകൊണ്ട് തന്നെ പനി കുറവുണ്ടെന്ന് തോന്നിയതും മിത്രക്ക് ആശ്വാസം തോന്നി. ഒഴിവുള്ള ദിവസമെല്ലാം എന്തിനും ഏതിനും എപ്പോഴും ചേട്ടത്തി എന്ന് വിളിച്ച് തൻ്റെ പിറകെ നടക്കുന്നവൻ വയ്യാതെ കിടക്കുന്നത് കണ്ട് അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. കുഞ്ഞുട്ടൻ്റെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടി മാടി ഒതുക്കി വാത്സല്യത്തോടെ അവൻ്റെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്ത് അവനെയും ചേർത്ത് പിടിച്ച് അവിടെ കിടന്നു അവൾ. നീ എന്തിങ്ങനെ വേർതിരിക്കുന്നത്? വൈകിട്ട് ധ്യാൻ കോളേജ് കഴിഞ്ഞ് വന്ന് ലോക്ക് ചെയ്ത ഡോറ് കണ്ട് ഡോർ ബെല്ലടിച്ചതും ഡോർ തുറന്ന് തന്ന രാധുവിനെ അടിപിടി നോക്കിക്കൊണ്ട് ധ്യാൻ ചോദിച്ചു. ഞാൻ കിച്ചണിലായിരുന്നു. രാധ ഡോറിന്റെ മുന്നിൽ നിന്ന് മാറി എന്തോ വലിയ കാര്യം ചെയ്തതുപോലെ നെറ്റിയിലൂടെ ഒഴുകിയിറങ്ങിയ വിയർപ്പ് തുടച്ച് കളഞ്ഞ് ധ്യാനെ നോക്കി പറഞ്ഞു. കിച്ചണിലോ? കിച്ചണിൽ ഇങ്ങനെ വിയർക്കാൻ മാത്രം നിനക്ക് എന്തായിരുന്നു പണി? പൊതുവെ ഭക്ഷണം കഴിക്കാൻ മാത്രം കിച്ചണിൽ കയറുന്നവള് കിച്ചണിലായിരുന്നെന്ന് പറഞ്ഞതും അകത്തേക്ക് കയറുന്നതിനിടയിൽ ധ്യാൻ സംശയത്തിൽ ചോദിച്ചു. ഞാൻ മാഷ് വരുമ്പോഴേക്ക് കഴിക്കാനുള്ളത് ഉണ്ടാക്കിയായിരുന്നു. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മാഷ് പോയി വേഗം കുളിച്ചു വാ. ധ്യാനിന്റെ പിറകെ ചെന്ന് രാധ സന്തോഷത്തോടെ പറഞ്ഞു. ദേവിയെ, ഇന്ന് മിക്കവാറും എൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകും. രാധ പറഞ്ഞത് കേട്ട് ധ്യാൻ നെഞ്ചിൽ കൈവച്ച് സ്വയം പറഞ്ഞു. എന്താ, നെഞ്ചുവേദന ഉണ്ടോ? ധ്യാൻ നെഞ്ചിൽ കൈവച്ച് നിൽക്കുന്നത് കണ്ട് രാധ സംശയത്തിൽ ചോദിച്ചു. ഹേയ് ഇല്ല. നീ എന്തിനാ കിച്ചണിൽ കയറാൻ പോയത്? ഞാൻ പറഞ്ഞതല്ലേ നീ ഒന്നും ഉണ്ടാക്കണ്ടെന്ന്. എന്ന് മാഷിനെ ബുദ്ധിമുട്ടിക്കുന്നത് മോശമല്ലേ? അതാണ്. ഒക്കെ തണുക്കും മുമ്പ് മാഷ് പോയി വേഗം ഫ്രഷായി വാ. രാധ ധ്യാൻ ഉന്തിത്തള്ളി റൂമിലേക്ക് ആക്കിയതും പറഞ്ഞ് രാധ അടുക്കളയിൽ പോയതും ധ്യാൻ ദയനീതിയോടെ അവൾ പോയ വഴിയെ നോക്കി ബാത്റൂമിലേക്ക് നടന്നു. ധ്യാൻ ഫ്രഷായി ഇറങ്ങിയതും സകല ദൈവങ്ങളെയും മനസ്സിൽ സ്മരിച്ച് ഡൈനിങ് ടേബിളിലേക്ക് നടന്നു. ദമാശ ചായ. ധ്യാനെ വെയിറ്റ് ചെയ്തിരുന്ന രാധു അവനെ ചെയറിൽ പിടിച്ചിരുത്തി ഫ്ലാസ്കിലുള്ള ചായ ഗ്ലാസ്സിലേക്ക് പകർന്ന് ധ്യാനം നിരന്നിട്ട്. ഇതെന്താ കട്ടൻ ചായ? ധ്യാൻ രാധവിന്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് വാങ്ങിക്കൊണ്ട് ചോദിച്ചു. അത് പിന്നെ ഇന്ന് രാവിലെ പാല് കിട്ടിയില്ലല്ലോ. പാൽപ്പൊടി ഉണ്ടായിരുന്നല്ലോ ഇവിടെ, അതെടുത്ത് ഉണ്ടാക്കിക്കൂടായിരുന്നോ? ധ്യാൻ പതിയെ ചായ കുറേശ്ശെ സിപ്പ് ചെയ്തുകൊണ്ട് രാധവിനോടായി ചോദിച്ചു. ചായക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് കണ്ടതും ധ്യാൻ വായിലുള്ള ചായ ധൈര്യത്തോടെ ഇറക്കി. അത് തീർന്നു. രാധ പറഞ്ഞു കേട്ട് ധ്യാൻ അത്ഭുതത്തോടെ അവളെ നോക്കി. അത് പൊട്ടിക്കാതെ തിന്നല്ലായിരുന്നോ? അത് പിന്നെ ഞാൻ കഴിച്ചു, അങ്ങനെ അതെല്ലാം തീർന്നു. നിഷ്കളങ്ക ഭാവത്തിൽ രാധു പറഞ്ഞത് കേട്ട് ധ്യാൻ അവളെ വിളിച്ചു നോക്കി. എന്താ നോക്കുന്നത്? എനിക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മധുരമുള്ള എന്തെങ്കിലും കഴിക്കണം, അത് നിർബന്ധം. ധ്യാൻ നോക്കുന്നത് കണ്ട് രാധുവിനെ ചുണ്ടു കുറിപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ രാധുവേ, അതൊക്കെ ഇനിയും വാങ്ങാം. ഇനി വാങ്ങുമ്പോഴേ ഒരു 2 ടിന്ന് കൂടുതൽ വാങ്ങണേ. വാങ്ങാം. ഇപ്പം നീ ഇന്ന് ചായ കുടിക്കൂ. കഴിക്കാൻ ഇതാ ഇതുണ്ട്. രാധ കാസ്ട്രോൾ തുറന്ന് പഴംപൊരി എടുത്ത് പ്ലേറ്റിലേക്ക് വെച്ച് ധ്യാനിന്റെ മുന്നിലേക്ക് നീക്കി വെച്ച് കൊടുത്തു. ഇതൊക്കെ നീ ഉണ്ടാക്കിയതാണോ? പഴംപൊരി കണ്ട് തനിക്കെതിരായിരുന്ന് ചായ കൊടുക്കാൻ ഒരുങ്ങുന്ന രാധവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അതെ, ഞാൻ ഒറ്റക്ക് ഉണ്ടാക്കിയതാ, കഴിച്ചു നോക്കും മാഷേ. രാധ സന്തോഷത്തോടെ പറഞ്ഞത് കേട്ടതും ധ്യാൻ അവളെ നിരുത്സാഹപ്പെടുത്തണമെന്ന് കരുതി പ്ലേറ്റിൽ നിന്നും ഒന്നെടുത്ത് കഴിച്ചു. ഇത്തിരി ഉപ്പ് കുറവുണ്ടെങ്കിലും കുഴപ്പമില്ലെന്ന് ധ്യാനിന് തോന്നി. സൂപ്പറായിട്ടുണ്ട്. തന്നെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന രാധവിനെ നോക്കി ചിരിയോടെ ധ്യാൻ പറഞ്ഞതും രാധവിന് മുഖം പൂന്നിലാവുദിച്ചതുപോലെ വിട്ടിരുന്നു. താങ്ക്സ്, രാധ സന്തോഷത്തോടെ പറഞ്ഞു. നിനക്കിതൊക്കെ ഉണ്ടാക്കാൻ ആരാ പറഞ്ഞു തന്നത്? ഞാൻ എൻ്റെ അമ്മക്ക് വിളിച്ചു ചോദിച്ചു. അമ്മ ഏതെല്ലാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തന്നത്. ഏതായാലും നന്നായിട്ടുണ്ട്, നീയും കഴിച്ചോ.
തൻ്റെ അരികിലുള്ള പ്ലേറ്റ് രാധവിൻ്റെ അരികിലേക്ക് നീക്കി വെച്ച് കൊടുത്തുകൊണ്ട് അതും പറഞ്ഞ് ധ്യാൻ കയ്യിലുള്ള പഴംപൊരി ചായയിൽ മുക്കി കഴിച്ചു. ചായ കുടി കഴിഞ്ഞ് ധ്യാൻ രാത്രിയിലേക്കുള്ളത് ഉണ്ടാക്കാൻ അടുക്കളയിലേക്ക് പോയതും അവനൊരു കൈസഹായത്തിന് രാധവ് കൂടെ ഉണ്ടായിരുന്നു. പിറ്റേന്ന് കോളേജിലെത്തി രാധവനെ നോക്കി ബെഞ്ചിലിരിക്കുകയാണ് മിത്ര. പതിയെ ആടിപ്പാടി കടയിലേക്ക് കുറിച്ച് കൊണ്ടുവരുന്ന രാധവനെ കണ്ട് പൊതുവെ ഉസൈൻ ബോൾട്ടിനെ പോലെ വേഗത്തിൽ വരുന്നവളുടെ ഇന്നത്തെ നടത്തം കണ്ട് മിത്രയിൽ സംശയം നിറഞ്ഞു. ഗുഡ് മോർണിംഗ്. രാധ മിത്രയ്ക്ക് അരികിലെത്തിയതും അവളെ നോക്കി നിറച്ചിരിയിൽ വിഷ് ചെയ്ത് രാധ അവൾക്ക് അരികിലായിരുന്നു. ഗുഡ് മോർണിംഗ്. നീ എന്താ വൈകിയേ? മിത്ര വാച്ചിലേക്ക് നോക്കി രാധവിനോടായി ചോദിച്ചു. കുറച്ച് വൈകി. നിനക്ക് നിന്റെ ആകെ ഒരു മാറ്റം. മിത്ര തൻ്റെ അരികിലിരിക്കുന്ന രാധവിനെ അടിമുടി നോക്കിക്കൊണ്ട് ചോദിച്ചു. എനിക്കെന്ത് മാറ്റം? ഞാൻ പഴയ പോലെ തന്നെയാണല്ലോ. മിത്രയുടെ നോട്ടം കണ്ട് രാധവും തന്നെയൊന്ന് നോക്കിക്കൊണ്ട് അവളോട് പറഞ്ഞു. നിനക്ക് മാറ്റമുണ്ട്. ആഴ്ചയിൽ ഒരിക്കലും വൈകുന്നേരം കുളിക്കുന്ന നീ രാവിലെ കുളിച്ചു വന്നതൊരു അത്ഭുതം തന്നെയാണ്. മിത്ര രാധവനെ നനഞ്ഞ മുടി മുന്നിലേക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞു. അത് പിന്നെ മേല് കഴുകാൻ കയറിയപ്പോൾ ഷവർ അറിയാതെ ഓണായി, തലയിലൂടെ വെള്ളം വീണു. അപ്പൊ ഏതായാലും നനഞ്ഞതല്ലെന്ന് കരുതുന്നു കുളിച്ചു. രാധ മിത്രയെ ചോദ്യം ചോദിക്കുന്ന ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ആദ്യമേ മനസ്സിൽ പറഞ്ഞു വെച്ചിരുന്നൊരു കള്ളം അവളോട് പറഞ്ഞു. അല്ല, ഇതൊക്കെ എന്താ? മിത്ര രാധവിന്റെ പൊട്ടിയെ ചൂണ്ടും നിറഞ്ഞിരിക്കുന്ന കഴുത്തിലെ ചുവന്ന പാടുകളും കണ്ട് മിത്ര ചോദിച്ചതും എന്ത് പറയണമെന്നറിയാതെ രാധ പരിങ്ങി. അതെ, സോപ്പിന്റെ അലർജിയാ. മോളെ രാധുവേ, നീ വല്ലാതെ കിടന്ന് വരലണ്ട കേട്ടോ. ഇത് എന്തിന്റെ അലർജിയാണെന്ന് എനിക്ക് മനസ്സിലായി. രാധവിന്റെ തെപ്പിപ്പെറുക്കിയുള്ള സംസാരം കേട്ട് മിത്ര പറഞ്ഞതും രാധ അവളെ നോക്കി പല്ലിളിച്ച് കാണിച്ചു. വല്ലാതെ കിണിക്കല്ലേ? എന്നാൽ എന്തൊക്കെയായിരുന്നു ഇപ്പൊ കണ്ടില്ലേ? മനുഷ്യന്മാരായാലേ ഇത്ര കാക്കാന്ന് പാടില്ല രാധവേ. അയ്യേ, മോശം. മിത്ര രാധവിനെ കളിയാക്കി പറഞ്ഞു. നീ കൂടുതൽ എന്നെ കളിയാക്കണ്ട, അറിയാതെ പറ്റിപ്പോയതാ. രാധ മുഖം വീർപ്പിച്ചുകൊണ്ട് മിത്രയോട് പറഞ്ഞു. ഇതൊക്കെ എങ്ങനെയാ രാധവേ അറിയാതെ പറ്റുക? എന്നാലും നീ പറഞ്ഞൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് ചിരി വരിക. ഇത്ര പെട്ടെന്ന് നീ കീഴടങ്ങുന്നു ഞാൻ വിചാരിച്ചില്ല. നീ പകരം വീട്ടാണല്ലടി. രാധ തന്നെ കളിയാക്കി ചിരിക്കുന്ന മിത്രയെ പല്ല് കടിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. അതിലെന്തത്ര സംശയം? ഇതുപോലെ പലപ്പോഴായിട്ടേ ഞാൻ നിന്റെ മുന്നിൽ ചൂളി ഇരുന്നിട്ടില്ലേ? ഇവ മനസ്സിലായില്ലേ കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്ന്? മിത്ര രാധവിന്റെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ചിരിയോടെ പറഞ്ഞു. നിനക്ക് എന്താ വേണ്ടത്? രാധ മിത്രയുടെ കൈകൾ തട്ടി മാറ്റിക്കൊണ്ട് ചോദിച്ചതും മിത്ര താടിക്ക് കൈ കൊടുത്ത് ആലോചനയോടെ നിന്നു.